അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഖുർആനിനെ സംബന്ധിച്ച് ഇവിടെ സാധാരണ പറയപ്പെടാറുണ്ട്, ഖുർആൻ മനുഷ്യകുലത്തിന് ഒരു അനുഗ്രഹമാണ്. പക്ഷേ ഖുർആൻ പ്രയോഗവൽക്കരിക്കപ്പെട്ട എവിടെയും നമുക്ക് ആ അനുഗ്രഹത്തിന്റെ ലാഞ്ചന പോലും ഇന്നത്തെ ലോകത്ത് കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു പക്ഷേ നമ്മൾ തൊട്ടു മുമ്പ് കേട്ട ആ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം രസകരമായി അത് അവതരിപ്പിക്കുകയുണ്ടായി. കൃത്യമായും ഖുർആനിന്റെ ഓരോ പദങ്ങളെയും ഓരോ പ്രയോഗങ്ങളെയും എങ്ങനെ തമസ്കരിക്കപ്പെട്ടു എന്ന് വ്യക്തമായി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഒരു ഏകദിന ഇതുപോലുള്ള ഒരു ക്ലാസ്സിൽ അത്രയും ഡെപ്തിലേക്ക് പോയാൽ സമയം തികയില്ല എന്നൊരു തോന്നൽ കൊണ്ടാണ് ഞാൻ നേരത്തെ പെട്ടെന്ന് അവസാനിപ്പിച്ചത്. അത് പലർക്കും ഒരു പരാതിയായി. ലഞ്ച് ബ്രേക്കിൽ പലരും എന്നോട് പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് നിർത്തിക്കൂടായിരുന്നു, പറഞ്ഞ വിഷയങ്ങൾ ഒന്നും കൂടി അല്പം വിശദീകരിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഇവിടെ കയറിയുള്ളത്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ 5-10 പേര് ഒരുമിച്ചാണ് വന്നത്. അതിൽ കുറച്ച് സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എത്രയും വേഗം നാട്ടിലെത്തണം, അതുകൊണ്ട് എത്രയും നേരത്തെ ട്രെയിൻ പിടിച്ച് പോകണം. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാനിവിടെ കയറി നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് വെച്ച ഒരു വിഷയത്തിലേക്ക് തന്നെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ ധാരാളം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളെയും, സാമ്പത്തികവും അതുപോലെ തന്നെ പീഡനങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഒരുമിച്ച് ചേർത്താൽ അവസാനം എത്തിച്ചേരുക അനുഭവിക്കുന്ന ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം, അതിൻ്റെ ഗുണഫലങ്ങൾ, ഇവർ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗം. ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ വാൾ സ്ട്രീറ്റിൽ ഒരു സമരം നടക്കുകയുണ്ടായി. എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ആ സമരത്തിന്റെ മുദ്രാവാക്യം തന്നെ അമേരിക്കയിലുള്ള മൊത്തം സമ്പത്തിന്റെ 98% അമേരിക്കയിലുള്ള 2% ജനങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു. ബാക്കി 2% സമ്പത്താണ് 98% കയ്യിലുള്ളത്. മനസ്സിലാക്കണം, ഭൂലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രശ്നമാണ്. ഭൂലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഞങ്ങളുടെ കയ്യിലാണ് എന്നാണ് അമേരിക്കയുടെ ഭാവം. ഭൂലോകത്ത് അഫ്ഗാനിസ്ഥാനിലായാലും ഇറാഖിലായാലും ഇന്ത്യയിലായാൽ പോലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ അമേരിക്കയുടെ അതത് കാലത്തെ ഭരണാധികാരികൾ ഇടപെട്ടിരിക്കും. അഥവാ ആ ഭരണാധികാരി ഇടപെട്ടാൽ മടിച്ചു നിന്നാൽ പോലും ബാക്കിയുള്ളവർ പറയും അമേരിക്ക അതിൽ ഇടപെടണം, അമേരിക്ക അതിൽ ഇടപെടണം എന്ന് മറ്റു രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നിടത്തോളം എന്തോ ഒരു മാന്ത്രിക ശക്തി അമേരിക്കയുടെ കയ്യിലുണ്ടെന്നാണ് ഭൂലോകം മുഴുവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ അമേരിക്കക്ക് അകത്തുള്ള ഒരവസ്ഥയാണ് വാൾ സ്ട്രീറ്റിൽ നടന്ന സമരത്തിലൂടെ വെളിവാക്കപ്പെട്ടത്. സത്യം പറഞ്ഞാൽ അറബ് ലോകത്ത് ഉണ്ടായിട്ടുള്ള ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ വിപ്ലവങ്ങളുടെയും തിരി കൊളുത്തിയത് ഈ സമരത്തിലൂടെയാണെന്ന് നമുക്ക് ചരിത്രം പഠിച്ചാലും മനസ്സിലാക്കാൻ കഴിയും. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നൊന്ന് നമ്മൾ ചിന്തിക്കണം. ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയമായ പ്രസംഗത്തിലേക്കോ ഒന്നും പോവുകയല്ല. എന്നാൽ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആനിനെ തിരിച്ചറിയാൻ പറ്റുകയുമില്ല. അതും മനസ്സിലാക്കണം. ഇന്ന് ഖുർആനിനെ പറ്റിയിരിക്കുന്ന ശോഷണത്തിന്റെ പ്രധാന കാരണം തന്നെ ഖുർആനിന്റെ വക്താക്കൾ എന്ന് പറയപ്പെടുന്ന ഒരാളും സമൂഹത്തിലെ ഒരു പ്രശ്നത്തിലും ഇടപെടാറില്ല. മണിമേളകളിൽ താമസിക്കുന്ന ഖാദിമാരും ഖതീബുമാരും അവരുടെ വിഷയങ്ങൾ അവരെ ആശ്രയിക്കുന്ന ചുരുങ്ങിയ എണ്ണം ആൾക്കാരുടെയും പ്രശ്നങ്ങളാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങൾ. അത് മക്കം ഹറമിലെ ഇമാമിന് തൊട്ട് നമ്മുടെ തൊട്ടടുത്ത ഖതീബിന്റെ വരെ പ്രശ്നം അതാണ്. ഈ നാട്ടിലൊരു കലാപം ഉണ്ടായാൽ അതിലൊരു അഭിപ്രായം പരസ്യമായി പറയാൻ പോലും ആ ഇമാമിനെ കിട്ടില്ല. തൊട്ട് പള്ളിയുടെ മുറ്റത്ത് ഒരാൾ വീണ് മരിച്ചാൽ, ഒരു ആക്സിഡന്റ് നടന്നാൽ അയാളൊന്ന് എടുത്തു നോക്കാൻ ഇമാമിനെ കിട്ടില്ല. ഞങ്ങൾ തമാശയായിട്ട് പറയാറുണ്ട്, ഇമാമുമാരുടെ പ്രധാന ജോലി തന്നെ കാല് തേച്ച് കഴുകലും പല്ല് തേക്കലുമാണ്. അതാണ് നമ്മുടെ സ്റ്റേഷനറി കടകളിൽ പോയിട്ട് ബ്രഷിനെ കുറിച്ച് ചോദിച്ചാൽ, എൻ്റെ ബ്രദറിൻ്റെ ഒരു സ്റ്റേഷനറി കടയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, അവിടെ പോയാൽ ആ ബ്രഷ് ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കുക മുസ്ലിയാർക്കുള്ള ബ്രഷ് വേണമെന്നാണ്. അത് പ്രത്യേകം ബ്രഷാണ്, കുറച്ച് സ്ട്രോങ് ആണത്. കാരണം എത്ര തേച്ചാലും അത് തയഞ്ഞു പോകാൻ പാടില്ല. ഇതാണ് ഇവരുടെ പ്രധാന ഡ്യൂട്ടി. കാരണം ബാക്കിയെല്ലാം ജനങ്ങൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും, ബാക്കിയെല്ലാം ജനങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യും. എന്നാൽ ഖുർആൻ വിഭാവനം ചെയ്യുന്നത് മറ്റൊന്നാണ്.
അവരിലേക്ക് തന്നിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയല്ല ഖുർആൻ വിഭാവനം ചെയ്യുന്നത്, മറിച്ച് തന്നിൽ നിന്ന് പുറത്തേക്ക് പ്രസരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. വാട്ട് ക്യാൻ ഐ അച്ചീവ്? അതാണ് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അടിസ്ഥാന തത്വം. എനിക്കെന്ത് കിട്ടും? എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്കെന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കാനാണ്. ഇവിടെയാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി ലോകത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന കാപട്യം നമുക്ക് തുറന്നു കാണുന്നത്. 98% സമ്പത്തും, ഈ 98% സമ്പത്ത് 2% ആൾക്കാരുടെ കയ്യിൽ, രണ്ടാളുടെ കയ്യിൽ 98% സമ്പത്ത്, 2% സമ്പത്ത് 98 പേരുടെ കയ്യിൽ. ഈ 98ഉം 2ഉം കൂടി ചേർത്ത് 100നെ 100 കൊണ്ടായിരിക്കുമ്പം അവർക്ക് പെർ ക്യാപിറ്റ ഇൻകം വലുതായി. പക്ഷെ 98% ജനങ്ങളും അനുഭവിക്കുന്നവരാണ്, പീഡിതരാണ്. അവരെ ദുരനുഭവങ്ങൾ മാത്രം കൈമുതലായുള്ളവരാണ്. പട്ടിണി ഉണ്ടാവാം അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. കാരണം ധനമാണ് ഇന്ന് മുമ്പിൽ നടക്കുന്നത്. ധനത്തിന് അങ്ങനെ ഒരു പേര് തന്നെയുണ്ട്, മുന്നിൽ നടക്കുന്ന സാധനം. അതുണ്ടെങ്കിൽ അതിന്റെ പുറകെ നടക്കാനേ ആളെ കിട്ടൂ. ആ മുന്നിൽ നടക്കുന്നതിനെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊരു കാഴ്ചപ്പാട് ഖുർആനിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാക്കണം. ഇവിടെ ഇത്രയും വലിയ, ഇവിടെ തൊട്ട് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഖുർആനിന്റെ ശരിക്കും ആ ടൈറ്റിലുമായി ബന്ധപ്പെട്ട രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചത്. ഒരു പുനർവായന, ഖുർആനിന്റെ ഒരു പുനർവായന, അക്ഷരം പ്രതി പുനർവായിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് ഖുർആനിനെ സംസ്കരിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ്? ഖുർആൻ പഠിപ്പിക്കുന്ന കുറെ അനുഷ്ഠാന കർമ്മങ്ങൾ. ആർക്ക് ഗുണം? അത് അനുഷ്ഠിക്കുന്നവന് പോലും ഗുണമില്ല. 14 മണിക്കൂർ പട്ടിണി കിടക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഗുണമുണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. നേരത്തെ പറയപ്പെട്ട പോലെ മരണശേഷം കിട്ടാൻ പോകുന്ന ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ ശരീരം നന്നാക്കാൻ വേണ്ടി ആരും പട്ടിണി കിടന്നതായിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷേ മരണശേഷം കിട്ടാൻ പോകുന്ന ഒരു പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പട്ടിണി കിടക്കുമ്പം ആ മരണശേഷമുള്ള ആഗ്രഹം മാത്രം ഇതിൽ മനുഷ്യനെ പിടിച്ചു നിർത്താൻ പോരാ എന്ന് തോന്നിയപ്പോ പിന്നെയും കുറെ ഗവേഷണങ്ങൾ നടന്നു. ആ ഗവേഷണങ്ങളുടെ ഫലമായി ഇന്ന് ഇസ്ലാമിലുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഒരു മെഡിക്കൽ ഗുണം പറയാനുണ്ട്. നമസ്കരിച്ചാൽ 360 മസിലുകൾക്ക് എക്സസൈസ് കിട്ടുമ്പോൾ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഒരു കാല് ഇടതുകാലിൽ ഇരുന്നിട്ട് വലതുകാലം ഇങ്ങനെ വെക്കുമ്പം ഇങ്ങനെ കിട്ടുന്ന എക്സസൈസ് ഇടതുകാലത്തും കിട്ടണ്ടേ? ബാലൻസ് ചെയ്യണമെങ്കിൽ കിട്ടണ്ടേ? അപ്പൊ എന്താ തിരിച്ചിരിക്കാത്തത്? അതില്ല, ചോദിക്കാൻ പാടില്ല. ചോദിക്കാം. ഉമറിനോട് പണ്ട് ചോദിച്ച കഥ പറയാം, പക്ഷെ ഈ കഥ പറയുന്ന ഉമറിനോട് ചോദിക്കാൻ പാടില്ല. ഇപ്പൊ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന വ്യവസ്ഥിതിയെ, തത്വശാസ്ത്രത്തെ ബോധപൂർവം തമസ്കരിക്കാനുള്ള ഒരു ശ്രമം ഭൂലോകത്ത് നടന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഇതൊരു അബദ്ധമായിരിക്കാം, ഒരുപക്ഷെ അബദ്ധമായിരിക്കാം. ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിൽ ഞാനൊരു പരീക്ഷണം നടത്താറുണ്ട്. ഈ കൂട്ടത്തിൽ നിന്ന് ഇപ്പൊ വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 5 പേരെ വിളിച്ചുകൊണ്ടുപോയി പുറത്ത് നിർത്തിയിട്ട് ഒരാളുടെ കയ്യിൽ ഒരു വാചകം ഞാൻ എഴുതി കൊടുക്കുന്നു. അയാൾ അത് മറ്റാരും കേൾക്കാതെ മറ്റൊരാൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നു വാചകം. ഈ കേട്ടയാൾ മൂന്നാമതൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ തന്നെ 1 മിനിറ്റിനകം, തൊട്ടുടനെ. മൂന്നാമത്തെ ആൾ നാലാമത്തെ ആൾക്ക് പറഞ്ഞു കൊടുക്കണം. 4ാമത്തെ ആൾ 5ാമത്തെ ആൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 5ാമത്തെ ആൾ ഇവിടെ വന്ന് പറയുന്ന വിഷയം തന്നെ വേറെ, ആദ്യം എഴുതി കൊടുത്തതായിരിക്കില്ല. 5 മിനിറ്റ് കൊണ്ട് നടക്കുന്ന ഈ തിരിമറി 5 തലമുറ കഴിഞ്ഞിട്ടും നടന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. 5 തലമുറ കഴിഞ്ഞിട്ടും പണ്ട് നബി പറയുന്നത് കേട്ടത് അതേപോലെയാണ് 5 തലമുറക്ക് ശേഷം ബുഖാരി എഴുതി വെച്ചത്. തലച്ചോറിനകത്ത് തമാശയായി പറയാനില്ല, ആൾ താമസം ഇല്ലാത്താക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റൂ. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഇടതുകാലിൽ ഊന്നിയിരിക്കണം എന്നൊരു ഹദീസിനെ കുറിച്ച് പറയാറുണ്ട്. അത് എങ്ങനെ കിട്ടി? നബി പറഞ്ഞു കൊടുത്തിട്ടില്ല. നബി ടോയ്ലറ്റിൽ ഇരുന്ന് പോയപ്പോ അതിന്റെ പുറകെ ഒരാൾ പോയി നോക്കി പോലും അതിനുശേഷം. അപ്പം മരുഭൂമിയിലായതുകൊണ്ട് അവിടെ കണ്ട കുഴി ഇടതുഭാഗത്തെ കുഴിയാണ് കുറച്ച് കൂടുതൽ. അപ്പൊ നബി അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്നു, സുന്നത്തിന് പ്രതിഫലമുണ്ടെന്നാണ് ഇവരുടെ വാദം. എങ്കിൽ പ്രതിഫലമുള്ള ഒരു കാര്യം അള്ളാഹു നബിക്ക് പറഞ്ഞു കൊടുത്തിട്ട് നബി എന്തുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തില്ല? ഇവർക്ക് ഒളിച്ചു കേൾക്കേണ്ട ഗതികേട് എന്തുകൊണ്ട് വന്നു? നബി കുറ്റവാളിയായില്ലേ അവിടെ? ഈ ഹദീസിലൂടെ തന്നെ നബി കുറ്റവാളിയായി. ഹദീസിലൂടെ തന്നെ മനസ്സിലാക്കണം. ആ കാര്യം നബി ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു. നബി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല.
ആർക്കോ പോയിട്ട് ഒളിച്ചു നിന്ന് കാണേണ്ടി വന്നു. ഇത് നമ്മളിലേക്ക് വരുന്ന മാർഗമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മാർഗങ്ങളൊക്കെ ഞാൻ കരുതിയത് പണ്ടൊക്കെ എനിക്ക് തോന്നിയേണ്ടത് ഇത് അബദ്ധമായിരുന്നു എന്നാണ്. ആർക്കോ പറ്റിയ അബദ്ധങ്ങൾ കേട്ടു, അത് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചിരിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇത് അബദ്ധമല്ല. എന്തുകൊണ്ട് അബദ്ധമല്ല? ഇസ്ലാമിന്റെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടതാണെങ്കിൽ പോലും അതിനകത്ത് നേരിന്റെ അല്പസ്വല്പം മിന്നലുകൾ നമുക്ക് കാണാൻ പറ്റും. ആ മിന്നലുകളിൽ കാണാവുന്ന ഒരു വലിയ സത്യം, എല്ലാ പ്രവാചകന്മാരുടെയും കൂടെ നിന്നിരുന്നവർ സമൂഹത്തിലെ അധസ്ഥിതരായിരുന്നു എന്നതാണ്. എല്ലാ പ്രവാചകന്മാരുടെയും, പ്രവാചകൻ എന്ന വാക്ക് ശീലം കൊണ്ട് എൻ്റെ എനിക്ക് വന്നു പോകുന്ന വാക്കാണ്. സത്യത്തിൽ ആ വാക്കിന് ഞാൻ എതിരാണ്. കാരണം ദൈവദൂതന്റെ ജോലി പ്രവചിക്കലല്ല. ആ വാചകം ഞാനടക്കമുള്ളവർ കഴിയുമെങ്കിൽ ആ വാക്ക് തിരുത്തേണ്ടതാണ്. ദൈവദൂതൻ എന്ന വാക്കാണ് അതിന് ചേരുന്ന വാക്ക്. പക്ഷെ നമ്മൾ ശീലിച്ചു പോയി അറിയാതെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നു. ദൈവം ഭൂമിയിലേക്ക് നിയോഗിച്ചിരിക്കുന്ന ഒരു ദൂതന്റെയും കൂടെ നാട്ടിലെ പ്രമാണിമാർ ഒന്നടങ്കം ചേർന്ന ചരിത്രമില്ല എവിടെ നോക്കിയാൽ. നേരത്തെ ഞാൻ വാൾ സ്ട്രീറ്റിലെ പറഞ്ഞ കഥയിലെ 2%, ആ 2%മാണ് പ്രമാണിമാർ. ആ 2%മാണ് ദൈവിക വ്യവസ്ഥിതിയുടെ എതിർവശത്ത് നിൽക്കുന്നവർ. ഈ പീഡിതരായ 98%ന്റെ കൂടെ നിൽക്കുക എന്നതാണ് ദൈവിക വ്യവസ്ഥിതിയുടെ ജോലി. മനസ്സിലാക്കണം. ദൈവിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് ചില അനുഷ്ഠാനങ്ങളിൽ കെട്ടിയിടപ്പെടാനുള്ളതല്ല, മറിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവരുടെ മുഴുവൻ പീഡിതാവസ്ഥയെയും മറികടക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ചില തത്വങ്ങൾ, ചില നിയമങ്ങൾ, ചില വ്യവസ്ഥിതികൾ. ആ വ്യവസ്ഥിതികൾ ജനങ്ങൾ പാലിച്ചു വരുമ്പം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരാൾക്കും പകരം വെക്കാൻ പറ്റാത്ത, ദൈവം വെല്ലുവിളിച്ചില്ലേ ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ കൊണ്ടുവരണമെന്ന്, അങ്ങനെ ഒരംശം പോലും പകരം വെക്കാൻ പറ്റാത്ത ഒരു വ്യവസ്ഥിതിയാണ് ഇത് എന്ന് തെളിയിക്കപ്പെടും. കാരണം ഈ വ്യവസ്ഥിതിയിൽ കൂടെ മാത്രമേ ഈ 98% രക്ഷപ്പെടുത്താൻ പറ്റൂ. ആ 98%ന്റെ കൂടെ നിൽക്കേണ്ട ബാധ്യതയാണ് ഖുർആൻ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത്. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ 98%ന്റെ കൂടെ നിൽക്കാനുള്ള ബാധ്യതയാണ്. ഇവിടെ 98%ന്റെ കൂടെ ദൈവത്തിന്റെ വ്യവസ്ഥിതി നിന്നാൽ ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥ മുഴുവൻ മാറ്റിമറിക്കപ്പെടും. മാറ്റിമറിക്കപ്പെടുമ്പം ആർക്കാണ് നഷ്ടം വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സമൂഹത്തിലെ പ്രമാണിമാർക്ക്, ഈ 2%. ആ പ്രമാണിമാർ ഒരു കൂട്ടുകെട്ടാണ് എല്ലാ കാലത്തും ഈ പ്രമാണിമാർ ഒരു കൂട്ടുകെട്ടാണ്. നാട്ടിലെ സമ്പന്നൻ, അധികാരി, മതമേധാവി, ഇത് മൂന്നും ചേർന്ന ഒരു കൂട്ടുകെട്ടാണ് പ്രമാണിമാരുടെ കൂട്ടുകെട്ട്. എല്ലാ കാലത്തും എല്ലാ ദൈവദൂതന്മാരുടെ ചരിത്രം എടുത്തു നോക്കുക, ഇന്നത്തെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുക. ഈ നാട്ടിലെ പ്രമാണിമാരുടെ ഒരു ലിസ്റ്റ് എടുത്തു നോക്കിയാൽ നാട്ടിലെ മുനിസിപ്പാലിറ്റിയാണോ പഞ്ചായത്താണോ ഇത്? മുനിസിപ്പൽ ചെയർമാൻ തൊട്ട്, അദ്ദേഹത്തെ എനിക്ക് അറിയില്ല കേട്ടോ, വ്യക്തിപരമായി പറയുകയല്ല, പൊതുവെ പറഞ്ഞു എന്നേ ഉള്ളൂ. അധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ, അതേപോലെ തന്നെ നാട്ടിലെ സമ്പന്നന്മാർ, തെറ്റായ മാർഗത്തിലൂടെ സമ്പത്ത് കുമിച്ചുകൂട്ടിയിരിക്കുന്ന സമ്പന്നന്മാരെല്ലാവരും ദൈവത്തിന്റെ വ്യവസ്ഥിതിക്ക് എതിർപക്ഷത്താണെന്ന് ഞാൻ വാദിക്കില്ല, ഞാൻ പറയില്ല ഒരിക്കലും. സമ്പത്ത് ഉണ്ടാവുക എന്നത് ഒരു മുസ്ലിമിന് പാടില്ലാത്ത അവസ്ഥയാണ് എന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ അത് വരുന്നതിനും പോകുന്നതിനും ഒരു മാർഗം ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മാർഗം വളരെ ഡീറ്റെയിലായി ദൈവം പറഞ്ഞു തന്നിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ബുദ്ധിക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിലേ അതിനെ ബുദ്ധി എന്ന് പറയൂ, അല്ലെങ്കിൽ അതിനെ തലച്ചോറെന്നേ പറയൂ. തലച്ചോറ് ഒരു അവയവമാണ്, പക്ഷെ ബുദ്ധി ഒരവയവമല്ല. ഇറ്റ്സ് എ ഫാക്കൽറ്റി. അതൊരു പ്രക്രിയയാണ്, ഒരു പ്രവർത്തനമാണ്. ഈ തലച്ചോറ് ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രമേ അവന് ബുദ്ധി ഉണ്ടാവൂ. അത് മാത്രമാണ് ചിന്താശക്തി. ആ ചിന്താശക്തി ഉള്ളവരെയാണ് ദൈവം ഉലുൽ അൽബാബ് എന്ന് വിളിച്ചിരിക്കുന്നത്. ആ ചിന്താശക്തി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പം ഈ മുഴുവൻ ജനങ്ങളും ഇത് ചിന്തിച്ചു കഴിയുമ്പോൾ വരാൻ പോകുന്ന, ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തിന്റെ പരിണത ഫലം പ്രമാണിമാർക്ക് നഷ്ടം, മറ്റുള്ളവർക്ക് നേട്ടം. അഥവാ ഭൂമിയിൽ ഒരു അദൃശ്യമായ സമത്വം ഭൂമിയിൽ ഉണ്ടാകപ്പെടും. അയ്യുഹന്നാസ്, മനുഷ്യ എന്ന് ദൈവം വിളിക്കുമ്പം ആ മനുഷ്യ എന്ന വിളിയിൽ എല്ലാ പ്രമാണിയും പെടണം, എല്ലാ പാവപ്പെട്ടവരും പെടണം.
അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു വിളിയാണ് ദൈവം മനുഷ്യ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കണമെങ്കിൽ ആ ഖിയാമം എന്ന് പറയുന്ന ഖിയാമം നാൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അവസാനിക്കുന്ന ഒരു നാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭൂമി അവസാനിച്ച ശേഷം കാണേണ്ടതൊന്നുമല്ല ഖിയാമം നാളിൽ കാണേണ്ടത്. ദൈവത്തിന്റെ വ്യവസ്ഥിതി ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു നാൾ, നിലവിൽ വരുന്ന ഒരു നാൾ, ദൈവത്തിന്റെ വ്യവസ്ഥിതി ഭൂമിയിൽ നിലവിൽ വരുന്ന ഒരു നാൾ, ഖിയാമ നാൾ. ആ ഖിയാമത്തിന്റെ അവസരത്തിൽ ഈ ഭൂമി മുഴുവൻ ഒരു സമ്പൂർണ്ണ, ഇന്ന് നമ്മൾ സോഷ്യലിസം എന്ന് പറയില്ലേ, ആ സോഷ്യലിസത്തിന്റെ ഒരു അവസ്ഥ ഭൂമിയിൽ ഉണ്ടാവണം. ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ പണമൽപ്പം കൂടുതൽ ഉണ്ടാവാം, പക്ഷേ പണം തന്നിൽ തന്നെ മൂല്യമുള്ള ഒരു സാധനമല്ല. കാർലോസ് സ്ലിം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ കയ്യിൽ 7 ലക്ഷം കോടി രൂപയുടെ സമ്പത്തുണ്ട്. പക്ഷേ 7 ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് അയാളുടെ കയ്യിലിരിക്കുമ്പം മറുപക്ഷത്ത് ഒരാളുടെ കയ്യിൽ ഒരു ചാക്ക് ഗോതമ്പുണ്ട്. ആ ഒരു ചാക്ക് ഗോതമ്പേ ഈ ഭൂമിയിലുള്ളൂ. ആരാ പണക്കാരൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരാ പണക്കാരൻ? ആ ഗോതമ്പ് കയ്യിലുള്ളവനാണ് പണക്കാരൻ, കാശുള്ളവനല്ല. ആ കാശ് കയ്യിൽ ഉണ്ടാവുക എന്നതിന്റെ പേരിൽ അയാൾ പ്രമാണിയായി മാറുന്നില്ല. പക്ഷേ കാശ് വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുക, അധികാരം തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുക, ആ നേതൃത്വം തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുക, അപ്പോഴാണ് അയാൾ പ്രമാണിയായി മാറുന്നത്. അങ്ങനെയുള്ള പ്രമാണിമാരെ സമൂഹത്തിന് ഉപയുക്തമായ രീതിയിലേക്ക് മാറ്റിയെടുത്ത് സമൂഹത്തിന് ഗുണകരമായ ഒരു വ്യവസ്ഥിതി സ്ഥാപിക്കാനാണ് ദൈവം ഈ മനുഷ്യനെ യാ യുഹന്നാസ് എന്നും പറഞ്ഞു വിളിച്ചിരിക്കുന്നത്. അത് സ്ഥാപിക്കപ്പെടുന്ന നാളിൽ പ്രമാണിത്വത്തിന് നഷ്ടമുണ്ടാവും, സാധാരണക്കാരന് നേട്ടമുണ്ടാവും. ചിന്തിച്ചു നോക്കണം. ഇതാദ്യം മനസ്സിലാക്കുക. വിധി വൈപരീത്യം പോലെ ഈ പ്രമാണിമാര് തന്നെയാണ് ആദ്യം മനസ്സിലാക്കുക, സാധാരണ ജനങ്ങളല്ല. അതെപ്പോഴും അങ്ങനെയാണ്. ഇന്നും ഖുർആൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന സമൂഹത്തെക്കാൾ അറിയുന്നത് മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നവർക്കാണ്. അത് വിമർശനം കേട്ടാൽ അറിയാം. അല്പം മനസ്സിലാക്കിയിട്ടാണ് അവർ വിമർശിക്കുന്നത്. ഉത്തരം പറയാൻ ഞാൻ മിക്കവാറും പലരോട് ചോദിക്കാറുണ്ട്. ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ 99% മുസ്ലിം ജാതിയിൽപ്പെട്ടവരും മിണ്ടാതിരിക്കും. കാരണം ദൈവത്തിനെ കുറിച്ച് അവർക്കറിയില്ല, അള്ളാഹുവിനെ കുറിച്ച് അവർക്കറിയില്ല. ചോദ്യം ചോദിച്ചവനെ അറിയുന്നത്ര പോലും അറിയില്ല. ഇത് തന്നെയാണ് ഇതിന്റെ അവസ്ഥ. ഈ വ്യവസ്ഥിതി നിലവിൽ വന്നാൽ, ദൈവം പറയുന്ന വ്യവസ്ഥിതി നിലവിൽ വന്നാൽ ചൂഷണം നടക്കില്ല, അനീതി നടക്കില്ല, മുതലെടുപ്പ് നടക്കില്ല, ഉപദ്രവിക്കാൻ കഴിയില്ല, അടിമത്തം നടക്കില്ല. അപ്പൊ ആർക്കാ നഷ്ടം? ഇത് മുഴുവൻ പ്രമാണിത്വത്തിന് നഷ്ടം. ആ പ്രമാണിത്വം അവരുടെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുക്കും. അതാണ് ഗൂഢാലോചന, കോൺസ്പിറസി. പ്രമാണിത്വത്തിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ആയുധമാണ് ഗൂഢാലോചന. 3 പേരാണ് ഇതിൽ പങ്കാളികളാവുക: അധികാരികളും, പണക്കാരനും, അതേപോലെ മതമേധാവികളും. ഇത് 3 കൂടി ചേർന്നാൽ സമൂഹത്തിൽ ആരെയും ഏത് രീതിയിലും വഴിപഴപ്പിക്കാം. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് റഷ്യയിൽ നിന്ന് ഒരാള് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ മക്കയിലേക്ക് വന്നത് എന്ന്. അങ്ങനെ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ആ പശ്ചാത്തലം പഠിച്ചാൽ നമുക്കറിയാം. അങ്ങനെ വന്നു. എന്തിനു വേണ്ടി? ഈ 2% താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ വന്നവർ അവർ ചെയ്ത ഒരു തട്ടിപ്പിന്റെ ഭാഗമാണ് ഇന്നത്തെ മുസ്ലിം സമൂഹം. ഖുർആൻ പെട്ടിക്കുള്ളിലായി. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, DYSP. അദ്ദേഹം പറയാറുണ്ട്, അധികം കളി കളിക്കുന്ന SI-മാരെ ഞങ്ങൾ തട്ടുമ്പ കയറ്റി വെക്കുക എന്നൊരു ചൊല്ലുണ്ട്. തട്ടുമ്പ കയറ്റി വെക്കുക എന്ന് വെച്ചാൽ CI ആക്കും, പ്രൊമോഷൻ കൊടുത്തിട്ട്. CI ആയാൽ പിന്നെ അധികം കളിക്കൂല. SI ആകുമ്പോൾ ടൗണിന്റെ നടുക്കുന്ന ഒരു വടിയെടുത്ത് അടിക്കാനും അല്പം ബഹളം വെക്കാനൊക്കെ കഴിയും. CI ആകുമ്പോൾ അല്പം സ്റ്റാറ്റസ് കൂടി, പിന്നെ മിണ്ടാൻ പറ്റില്ല. DYSP ആയാലും കുറച്ചും കൂടി സ്റ്റാറ്റസ് കൂടും. ഇതുപോലെ ഖുർആനിനെ പട്ടിൽ പൊതിഞ്ഞ് CI ആക്കി വെച്ചിരിക്കുക. തൊടാൻ പാടില്ല, ആർക്കും മനസ്സിലാവില്ല ഖുർആൻ എന്താണ് പറയുക. അങ്ങനെയാ. ഖുർആൻ ആർക്കും തിരിയൂല. ഖുർആൻ തിരിയില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദൈവത്തെ കൊച്ചാക്കലാണ്. കാരണം ദൈവം ഹേ മനുഷ്യ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് മനുഷ്യന് തിരിഞ്ഞില്ലെങ്കിൽ, മനുഷ്യന് തിരിയില്ല എന്ന് ആദ്യം തിരിയേണ്ടത് ആർക്കാണ്? ദൈവത്തിനല്ലേ. അപ്പൊ മനുഷ്യന് തിരിയില്ല എന്ന് ദൈവത്തിന് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വ്യവസ്ഥിതിയിൽ എന്തെങ്കിലും ചേർക്കലാണ് യഥാർത്ഥ പങ്കു ചേർക്കൽ. അതാണ് ദൈവത്തിന് തീരെ പറ്റാത്തത്. നിങ്ങൾ വിളിക്കാൻ അമ്മയെ വിളിച്ചോ അച്ഛനെ വിളിച്ചോ അത്യാവശ്യം അപ്പുറം ഇപ്പുറം വിളിച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊന്നും ദൈവത്തിന് വലിയ ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ
ഇതിൽ എന്താ കാര്യം എന്നറിയോ? ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യന് എന്താണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാം. അത് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുക. ആ പറഞ്ഞു തന്നതിനെ തള്ളിക്കൊണ്ട് അത് നിങ്ങൾക്ക് തിരിയില്ല. അത് തിരിച്ചറിയാൻ ആര് വേണം? അല്പബുദ്ധിയായ ചില മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരണം. അല്പബുദ്ധിയായ, അതിന് കാലാകാലങ്ങളിൽ ആള് വന്നുകൊണ്ടിരിക്കും. മുഹമ്മദ് വന്നു ഒരു കാലത്ത്, എന്തിനെ? ഖുർആൻ വിശദീകരിക്കാൻ. എന്നാ മുഹമ്മദ് ഖുർആൻ വിശദീകരിച്ചിട്ട് മതിയാക്കിയോ? ഇവർ ഉത്തരം പറയേണ്ട ഒരു സംഗതി ഉണ്ട്. മുഹമ്മദ് ഖുർആൻ വിശദീകരിക്കാൻ വന്നതാണെങ്കിൽ ആദ്യത്തെ ഒരു തഫ്സീർ കൊണ്ട് ഇവർ തഫ്സീർ എടുത്ത് മതിയാക്കണ്ടേ? രണ്ടാമത്തെ തഫ്സീർ എന്തിനു വന്നു? ആദ്യത്തെ തഫ്സീർ ശരിയാണെങ്കിൽ രണ്ടാമതൊന്നും വരണ്ടല്ലോ. ആ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തന്നെ ഇവർ കുടുങ്ങും. കാരണം രണ്ടാമത് വന്നയാൾ അവര് പ്രത്യക്ഷത്തിലല്ലെങ്കിലും ആ മനുഷ്യൻ വാദിക്കുന്നത് ആദ്യത്തത് തെറ്റാണെന്നാണ്, അല്ലെങ്കിൽ ആദ്യത്തെ അപൂർണമാണെന്നാണ് വാദിക്കുന്നത്. അല്ലേ? ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടാമത് തഫ്സീർ എഴുതിയ മനുഷ്യൻ എന്താ വാദിക്കുന്നത്? ആദ്യത്തെ ആളുടെ തഫ്സീറിൽ എന്തോ പോരായ്മ ഉണ്ടെന്നല്ലേ? ആണല്ലോ, ഉറപ്പല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. ആ പോരായ്മ എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചാൽ മതി. ദൈവം ഖുർആനിനെ കുറിച്ച്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച്, ഖുർആൻ എന്ന് പറയുമ്പോൾ അവിടെ പോലും നമുക്കൊരു അബദ്ധം പറ്റുന്നുണ്ട്. എന്താ അറിയോ? പരിശുദ്ധ ഖുർആൻ എന്ന് പറയരുത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. കാരണം പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ഈ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞ പോലെ സാധാരണ പാൽപ്പായസം തന്നെയാണ് അതും. അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുമ്പോൾ ഒരു പോരിശ അതിന് കൂടുതൽ. അത് കഴിച്ചാൽ വേറെന്തോ മധുരവും അതിൻ്റെതായ ഭൗതികമായ ഗുണങ്ങൾക്കൊപ്പം വേറെന്തോ കിട്ടുമെന്നൊരു തോന്നലുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പം ഇതിൽ നിന്ന് പ്രവർത്തനത്തിലൂടെയുള്ള നേട്ടത്തിനപ്പുറം അഭൗതികമായ ഒരു നേട്ടം ഇതിനെ തൊടുന്നതിലൂടെ, ഇതിനെ നോക്കുന്നതിലൂടെ, ഇതിനെ വായിക്കുന്നതിലൂടെ കിട്ടാനുണ്ട് എന്നൊരു ധ്വനിയുണ്ട് അതിനകത്ത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന പ്രയോഗം നമ്മൾ ഉണ്ടാക്കിയ പ്രയോഗം, അതിന് ദൈവം കൊടുത്ത പ്രയോഗം ഖുർആൻ എന്ന് മാത്രം. അത് പോരെ നമുക്ക്? അത് മാത്രം പോരെ? വായിക്കപ്പെടണം, പഠിക്കപ്പെടണം. അല്ലാതെ പരിശുദ്ധ ഖുർആൻ എന്നും പറഞ്ഞ് പട്ടിൽ പൊതിഞ്ഞ് തട്ടിന്റെ മേലെ വെക്കുക. ആവശ്യത്തിന് നബീസത്ത് മാല. പണ്ട് ഞാൻ മുജാഹിദ് സുന്നി സംവാദത്തിന്റെ ഇടയിൽ കേട്ടതാണ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ ഒരു കാര്യം. ഒരിടത്ത് പോയി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരിക്കുക. എന്തിനാണ്? ഒരു നേർച്ച കഴിക്കാൻ. അപ്പൊ അവിടെ എത്തിയപ്പം പെണ്ണുങ്ങൾ പറയാണ്, ഉസ്താദെ ഒരു നബീസത്ത് മാല കഴിക്കണോ? അപ്പൊ ഈ മുസ്ലിയാർ വീട്ടിലേക്ക് നോക്കി ചാണകം മെഴുകിയ നിലം, കരി, വിളക്ക് കത്തിച്ചിട്ട് ചുമര് മുഴുവൻ കരി പിടിച്ചിരിക്കുന്നു, ഒരു വൃത്തിയില്ലാത്ത അന്തരീക്ഷം. ഉടനെ മുസ്ലിയാർ പറഞ്ഞല്ലോ, നിന്റെ ഈ അട്ടക്കണ്ണം പിടിച്ച വീട്ടിലാണോ നബീസത്ത് മാലയില്ലെന്ന് യാസീന മറ്റോതാന്നല്ലാതെ? കാരണം എന്താണെന്ന് അറിയോ? നബീസത്ത് മാലയിൽ നിന്ന് കിട്ടുന്ന അതുപോലെ ഖുർആനിൽ നിന്ന് കിട്ടില്ല. അത്രയ്ക്ക് പോലും ഗുണകരമല്ലാത്ത എന്തോ ഒരു സാധനം ആക്കി മാറ്റാൻ കഴിഞ്ഞു ഇവർക്ക്. എങ്ങനെ? ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഈ സമയം ഞാൻ ചോദിച്ചു വാങ്ങിയതാ. ഉച്ചയ്ക്ക് ശേഷം ഒന്നും കൂടെ ഇത് വിശദമായി പറയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് ആദ്യത്തെ അവസരം എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ അവസാനം വരെ ഇരുന്നാൽ ഞാൻ അവസാനം വരെ ഇരിക്കണം. അതുകൊണ്ട് നമ്മളെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഭൂമിയിൽ ഒരു ഖുർആൻ വിശ്വാസിക്ക്, ഒരു ദൈവിക വ്യവസ്ഥിതിയെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. ഒറ്റ ദൗത്യമേ നിർവഹിക്കാനുള്ളൂ. ഒറ്റ ദൗത്യം. ആ ദൗത്യത്തിന്റെ പേരാണ് ഹജ്ജ്, അഥവാ ഒരു പോരാട്ടം. ആ പോരാട്ടത്തിന്റെ ഭാഗമാണ് ബാക്കിയെല്ലാം. ആ പോരാട്ടത്തിന്റെ ഭാഗം മാത്രമാണ് ബാക്കിയെല്ലാം. എന്താ പോരാട്ടം? ഞാൻ നേരത്തെ പറഞ്ഞ 2% വരുതിയിൽ വരുത്തുക എന്ന പോരാട്ടം. അവരുടെ സമ്പത്ത് മാത്രമല്ല കാരണം, അവരാണ് ഭൂമിയിലുള്ള എല്ലാ തിന്മകൾക്കും കാരണം. അവരാണ് ഭൂമിയിലുള്ള എല്ലാ മോശമായ അവസ്ഥകൾക്കും കാരണം. ആ 2%. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും അവരുടെ അണികൾ വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരാളും അവരുടെ സാധാരണ അണി വിദ്യാഭ്യാസം നേടി ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഉയർന്നു വന്നാൽ നേതൃത്വം നഷ്ടപ്പെടും, പ്രമാണിത്വം നഷ്ടപ്പെടും. ഇവരുടെ പ്രമാണിത്വം നഷ്ടപ്പെടും. ഈ പ്രമാണിത്വം നഷ്ടപ്പെടും എന്നതിന്റെ പേരിൽ അവർ പഠിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഖുർആനിനെ തമസ്കരിക്കാൻ പ്രമാണിമാർക്കുള്ള ന്യായം. ഖുർആൻ ഇവർ പഠിക്കരുത്. ഖുർആൻ പഠിച്ചാൽ അവര് ഹാജിമാരായി പോകും. എന്ത് ഹജ്ജ്?
ഈ ഖുർആനിന് വേണ്ടി ഭൂമിയിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ, ഒരു പോരാട്ടം നടത്താൻ ഇവർ തയ്യാറാവും. ദൈവത്തിന്റെ വ്യവസ്ഥ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ വേണ്ടി ഒരു പോരാട്ടം നടത്താൻ ഇവർ തയ്യാറാവും. ആദ്യത്തെ നഷ്ടം സംഭവിക്കുക ഈ പ്രമാണിമാർക്കാണ്. അങ്ങനെ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കപ്പെടും. ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കപ്പെടും. പിന്നത്തെ സ്വർഗം അവിടെ രണ്ടാമത്തത്. ഭൂമിയിൽ ആദ്യത്തെ സ്വർഗം സ്ഥാപിക്കപ്പെടണം. ഇന്നിവർ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അബ്ദുല്ലാഹി ബിൻ ഉമർ അല്ലെങ്കിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ്. കൺഫ്യൂഷനാണ്, രണ്ടാളെയും ഇടക്കിടക്ക് മാറി മാറി പറയും. എന്റെ കൺഫ്യൂഷൻ അല്ല, പണ്ഡിത ലോകത്തിന്റെ കൺഫ്യൂഷൻ ആട്ടോ. അവർ തന്നെ രണ്ടാളെയും മാറി മാറി പറയാറുണ്ട്. ഈ രണ്ടിൽ ഒരാളുടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും കാലത്ത് ഭൂമിയിൽ സ്വർഗം പോലെ ആയിരുന്നു എന്ന് ഇവർ പറയാറുണ്ട്. ഒരുപക്ഷെ ആയിരുന്നിരിക്കാം. കാരണം ദൈവത്തിന്റെ വ്യവസ്ഥിതി സത്യസന്ധമായി അവർ ഭൂമിയിൽ നടപ്പാക്കിയിരിക്കാം. നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പട്ടിണിയിരിക്കുന്ന ഒരാളെ കണ്ടെത്താൻ കഴിയില്ല. ഒപ്പം തന്നെ വെറുതെ ഇരിക്കുന്നവനെയും കാണൂല കേട്ടോ. അതും മനസ്സിലാക്കണം. പണിയെടുക്കാതെ തിന്നുന്നവനെയും കാണില്ല. പട്ടിണി മാറുമ്പോ കൂടെ മാറേണ്ടതാണ് ലേസിനെസ്, മടി. ഇന്നത്തെ വ്യവസ്ഥിതി, ഇസ്ലാമിക വ്യവസ്ഥിതി മടിയന്മാരെയാണ് സൃഷ്ടിക്കുന്നത്, നിഷ്ക്രിയരെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം എന്താ? 5 നേരം നിസ്കരിക്കുക. നിസ്കാരം പ്രാർത്ഥനയാണോ? ആണോ? എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരു കൺഫ്യൂഷനാ. പ്രാർത്ഥനയാണെന്ന് ചോദിച്ചാൽ പറയും, എന്നാൽ നിസ്കരിച്ചിട്ടായിട്ടാണ് ദുആ. അത് ഒറ്റയ്ക്ക് വേണോ കൂട്ടായിട്ട് വേണോ എന്ന് ചർച്ചയുള്ളൂ, അല്ലേ? അപ്പൊ നിസ്കാരം എന്താ? അതൊരു തയ്യാറെടുപ്പ്. അപ്പൊ ഒന്നുവോ അത് അതിനുള്ള തയ്യാറെടുപ്പ്, നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പ്. അതെന്തോ ആട്ടെ, അതല്ല എന്റെ വിഷയം. ഈ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയിലൂടെ എനിക്ക് ഐശ്വര്യം വന്നു കിട്ടും എന്ന തോന്നലിൽ നിഷ്ക്രിയരായിരിക്കുകയാണ് ഈ സമൂഹം. സമൂഹത്തെ നിഷ്ക്രിയരാക്കാൻ വേണ്ടി രണ്ട് വിശ്വാസങ്ങളാണ് നമ്മളിൽ ഇവർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥനയിലൂടെ കാര്യം സാധിക്കാം. 2, വിധി. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം തീരുമാനിച്ചു വെച്ചു, ഞാൻ എന്താവണം, ഞാൻ എന്ത് ചെയ്യണം. ഞാൻ അങ്ങനെ വാദിച്ച ഒരു മുസ്ലിയാരോട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങളെ കാറ് തട്ടി മരിക്കുകയോ ഇല്ലയോ എന്ന് ദൈവം പണ്ടേ തീരുമാനിച്ചിട്ടുണ്ടാവോ എന്ന് ചോദിച്ചു. ഓ, ഉണ്ടാവും. എപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും? ഏത് സമയത്ത്? ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഏത് സമയത്ത് മരിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവും. ഏത് വണ്ടി തട്ടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവോ? അതും ഉണ്ടാവും കൃത്യമായിട്ട്. എന്നാ പിന്നെ ഞാൻ കണ്ണ് കെട്ടി വിടാം, നിങ്ങൾ ഈ റോഡൊന്ന് ക്രോസ് ചെയ്യുമെന്ന് ചോദിച്ചു. ഈ തിരൂരിലെ നിങ്ങളുടെ ടൗണിലെ റോഡ് ഇത് ദൈവം ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചാണെങ്കിൽ കണ്ണും കെട്ടി റോഡ് ക്രോസ് ചെയ്തൂടെ? ഒറ്റ മുസ്ലിയാർ ചെയ്യോ? ഒറ്റ കാളി ചെയ്യോ? എന്താ അതിന്റെ അർത്ഥം? നമ്മളോട് പറഞ്ഞു തരുന്ന വിധിവിശ്വാസത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവര് നമ്മളെ വിഡ്ഢികളാക്കുക. അവർക്ക് എന്നിട്ട് പറയാ എന്താ? നിങ്ങൾക്കെല്ലാം ദൈവം തരും എപ്പോ മരിച്ചിട്ട്. ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ തരണം. അവർക്കിപ്പൊ നമ്മൾ കൊടുക്കണം. എല്ലാം ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ കൊടുക്കണം. നേരത്തെ ഇവിടെ പറയപ്പെട്ട പോലെ അവരെ വീടുണ്ടാക്കാനും അവരെ പെണ്ണ് കെട്ടിക്കാനും ഒക്കെ നമ്മൾ കഷ്ടപ്പെടണം. അവരെ നിഷ്ക്രിയരായിട്ട് അവിടെ ഇരിക്കുക. അവരുടെ പട്ടിണി മാറ്റുന്ന ഡ്യൂട്ടി നമുക്ക്. നമ്മുടെ പട്ടിണിയോ അത് പഠിച്ചോ മരിച്ചു കഴിഞ്ഞിട്ട് മാറ്റും. ഈ വിധിവിശ്വാസത്തിലൂടെ മനുഷ്യരെ നിഷ്ക്രിയരാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവര് തന്നെ ഈ വിശ്വാസം ഇവർക്ക് ചേർന്ന് പോകുന്നില്ല. അതാണ് അത്ഭുതം. ചേർന്ന് പോകുന്നില്ല എവിടെയും. നിസ്കരിക്കുന്നതിനാ? സ്വർഗത്തിൽ പോവാൻ. സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്ന് ദൈവം പണ്ടേ തീരുമാനിച്ചെങ്കിൽ പിന്നെ നിസ്കരിക്കണം. എന്നാലോചിച്ചു, സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് പഠിച്ചവൻ പണ്ടേ തീരുമാനിച്ചു ജനിക്കുന്നതിന് മുമ്പേ. നരകത്തിൽ പോകണമെന്ന് എന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചെങ്കിൽ പിന്നെ എനിക്ക് നല്ലത് എന്താ? ബാറിൽ പോകലല്ലേ, പള്ളിയിൽ പോകലാണോ? എന്തിന്? ഇനി ബാറിൽ പോയാലും ഞാൻ സ്വർഗത്തിൽ പോകുമെന്നാണ് ദൈവം എഴുതി വെച്ചെങ്കിലോ അപ്പോഴും നല്ലത് ബാറിൽ പോലാ. കാരണം ഇവിടെയും കിട്ടി അവിടെയും കിട്ടി. എന്റെ നാട്ടിലൊരു കള്ളുകൂടിയനുണ്ട്. അയാളെ ഞങ്ങൾ തിരുത്താൻ പോയപ്പോ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ അയാൾ ചിരിക്കുക മുഖത്ത് നോക്കിയിട്ട്. ഞാൻ ചോദിച്ചു, എന്താ ചിരിച്ചതെന്ന് വെച്ചു. എല്ലാ സുഹൃത്തെ, മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ പടച്ചോ ഞാൻ തമാശ പറഞ്ഞാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈടയില്ല ആടയില്ലല്ലോ. ഞാനിപ്പോ കുടിച്ചത് ലാഭമാവൂലേ പോകുന്നു. നിങ്ങൾ കുടിക്കാതിരുന്നത് നഷ്ടമല്ലേ? ശരിയല്ലേ? ഈ വിധിവിശ്വാസം നിങ്ങൾ നമ്മുടെ ബുദ്ധിയൊന്ന് ഉപയോഗിച്ച് നോക്കി. ഈ വിധിവിശ്വാസം ശരിയാണോ തെറ്റാണ്? ഈ വിധിവിശ്വാസം മനുഷ്യനെ നിഷ്ക്രിയനാക്കാൻ. എന്തിനു നിഷ്ക്രിയനാക്കണം? ഈ 98% പ്രവർത്തിച്ചു തുടങ്ങിയാൽ 2% പ്രമാണിത്വത്തിന് വഴങ്ങേണ്ടി വരും. വഴങ്ങുകയല്ലാതെ നിവൃത്തിയില്ല. ഭൂമിയിൽ ദൈവത്തിന്റെ വ്യവസ്ഥിതി അല്ലാത്ത ഒരു വ്യവസ്ഥിതിയും നടപ്പാവില്ല. ഒരു വ്യവസ്ഥിതിക്ക് നിലനിൽക്കാൻ കഴിയില്ല. ആ വ്യവസ്ഥിതിയിലൂടെ മാത്രമേ ഈ മുതലാളിത്തത്തിന്,
മുതലാളി എന്ന് പറയുന്നത് നമ്മൾ ഈ നാട്ടിൽ പറയുന്ന അർത്ഥത്തിലുള്ള മുതലാളിയല്ല കേട്ടോ. ഇവിടെ മുതലാളി എന്ന് വിളിക്കൽ ആരെയാന്ന് പറയാം, കാര്യം കാണാൻ വേണ്ടിയാണ്. നമുക്ക് ആരെയും കാര്യം കാണണമെങ്കിൽ ഉടനെ മുതലാളി എന്ന് വിളിക്കും. അയാൾക്ക് സൂയിക്കും, അയാൾ എന്തെങ്കിലും തരും. ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലല്ല. പണത്തിനെ ലാളിക്കുന്നവൻ, മുതലിനെ ലാളിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. അപ്പോഴാണ് അവൻ പ്രമാണിയാവുന്നത്. പണം എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമായി കാണുന്നവന് മുതലാളിയാവാൻ കഴിയില്ല. പണം എന്നത് ലക്ഷ്യമായി കാണുന്നവനാണ് അതിനെ മുതലാളിയായി മാറാൻ കഴിയുക. പണം തന്നെ ലക്ഷ്യം, സമ്പത്ത് തന്നെ ലക്ഷ്യം. പക്ഷെ സമ്പത്തും പണവും ഒരു മാർഗമായി കാണുന്നവരെ നമുക്ക് മുതലാളി എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ മുതലാളിത്തത്തിനാണ് ആദ്യം നഷ്ടം വരിക. ഈ 98% ക്രിയാത്മകമായി പ്രവർത്തിച്ചു തുടങ്ങിയാൽ, അപ്പൊ ഈ 98% നിഷ്ക്രിയരാക്കണം. എങ്ങനെ നിഷ്ക്രിയരാക്കാം? ഒന്ന്, ആദ്യമേ പറഞ്ഞു, വിധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ജനിക്കുന്നതിന് മുമ്പേ നീയൊക്കെ എന്താവുമെന്ന് പടച്ചോൻ പണ്ടേ തീരുമാനിച്ചു. നീ ഏത് ഉമ്മാന്റെ വയറ്റിൽ ജനിക്കണമെന്ന് തീരുമാനിച്ചു, എങ്ങനെ ജനിക്കണമെന്ന് തീരുമാനിച്ചു, എല്ലാം ദൈവം പണ്ടേ തീരുമാനിച്ചു. നീ എന്ത് ജോലി ചെയ്യണം, നീ ഉച്ചക്ക് ഉറങ്ങണോ, പകല് മുഴുവൻ ഉറങ്ങണോ, അല്ല പിന്നെ രാത്രി ഇറങ്ങി മോഷ്ടിക്കാതെ ഉറങ്ങണോ, ഇതൊക്കെ ആരാ തീരുമാനിച്ചേ? ദൈവം തീരുമാനിച്ചു. പിന്നെ എന്താ ഈ മനുഷ്യന്റെ റോള്? ഇത് പറയുന്ന ഇവർ തന്നെയാണ് പറയുന്നത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു. ആലോചിച്ച് നോക്കണോ? നിസ്കരിച്ചാലോ നോമ്പെടുത്താലോ സ്വർഗത്തിൽ പോകുമെന്ന്. ഇതൊരു കോൺട്രഡിക്ടറി അല്ലേ? ആലോചിച്ച് നോക്കിയ പരസ്പര വിരുദ്ധമാണ് ഈ വാദം. ഒന്ന്, വിധി നേരത്തെ ദൈവം തീരുമാനിച്ചു. രണ്ട്, പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പിന്നെ തീരുമാനിക്കുന്നു. തികച്ചും വ്യത്യസ്തമാണിത്. ഇങ്ങനെ ആ ഒരു വിശ്വാസത്തിലൂടെ മനുഷ്യനെ നിഷ്ക്രിയരാക്കാൻ ശ്രമിച്ചത് പോരാ, പിന്നെയോ ഈ ഇസ്ലാമിക വ്യവസ്ഥിതിയെ തന്നെ നിഷ്ക്രിയമാക്കണം. അതിനെന്ത് ചെയ്യണം? അതിന് ഏറ്റവും നല്ല മാർഗം നമ്മളെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കെട്ടിയിടുക. ഭൂലോകം മുഴുവൻ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു തത്തയെ കിട്ടിയാൽ ആ തത്തയെ നമ്മൾ എന്താ ചെയ്യുക? കൂട്ടിലടച്ചിടും. അങ്ങനെ ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ഖുർആനിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട മനുഷ്യനെ ചില കൂടുകളിൽ, സുന്ദരങ്ങളായ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയാവുന്ന കൂടുകളിൽ അടച്ചിട്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഹജ്ജ്. മനുഷ്യകുലത്തിന് വേണ്ടി പോരാടേണ്ട പോരാട്ടത്തെ ഒരു കച്ചവടമാക്കി മാറ്റി. ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പൊ ഇവിടെ പറയപ്പെടുന്ന ഖുർആനിന്റെ ഡിക്ഷണറികളിൽ പോലും തട്ടിപ്പുണ്ടാക്കി. പല വാക്കുകളുടെയും അർത്ഥം, പ്രഥമമായ അർത്ഥം, പ്രൈമറി മീനിങ് അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവസാനം കാണാം. ഉദാഹരണത്തിന് സ്വലാത്തിന് ഒരു അർത്ഥം കൊടുത്തിരിക്കുന്നു, നമസ്കാരം. അപ്പൊ ഞാൻ ചോദിച്ചു, നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമസ്കാരം എന്നത് ഒരു മലയാളികൾ ഉപയോഗിക്കുന്ന സംസ്കൃത വാക്കെന്നാണ് എൻ്റെ വിശ്വാസം. ആ വാക്കിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ഒരിക്കലും ഈ സാഷ്ടാംഗ പ്രണാമമല്ല അത്. അപ്പൊ ഏതെല്ലാം തലത്തിലാണ് ഇത് അട്ടിമറിക്കപ്പെട്ടത് എന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം സ്വലാത്ത് എന്ന നേരത്തെ പറഞ്ഞ ഒന്നിനെ രണ്ടാമത്തത് പിന്തുടരുക എന്ന അർത്ഥത്തെ, ഒന്നിന്റെ ആ മുന്നേ പോകുന്നതിന്റെ തൊട്ടുപുറകെ പോവുക, നയിക്കപ്പെടുന്നതിന്റെ പുറകെ പോവുക, നയിക്കുന്നതിന്റെ പുറകെ പോവുക എന്ന അർത്ഥത്തെ മാറ്റി നമസ്കാരം എന്നൊരു വാക്ക് ചേർത്തു. ആ അർത്ഥം അതിലുണ്ട്. അറബിയിൽ ഖിറാഅത്ത് റാഷിദ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞങ്ങൾ അറബിക്ക് വ്യാകരണം പഠിക്കാൻ ശ്രമിക്കാറുണ്ട് പരമാവധി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ പലരും പറഞ്ഞു ഒരു തർജ്ജമ എഴുതാൻ പറയണമെന്ന്. പലരും പറഞ്ഞു. ഞാൻ പറയാതെ എഴുതരുതെന്നാണ്. കാരണം എന്താ അറിയോ? ഇത് എഴുതിയാൽ അവിടെ കെട്ടിയിടപ്പെടും. ഇതിന്റെ അർത്ഥം ഇതിലും ഒതുങ്ങില്ല. നാളെ ഇത് മാറി മാറി വരുമ്പോ ഇന്ന് പറഞ്ഞതിൽ നിന്ന് പിന്നെയും പോകും. ഇന്ന് എഴുതാം, എന്തെഴുതാം? ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാലികമായ വിശദീകരണങ്ങൾ എഴുതാം. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഖുർആനിന്റെ മീഡിയ പഠിക്കണം. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് സഞ്ചരിക്കണം. ഖുർആനിലേക്ക് സഞ്ചരിക്കണം. ഖുർആനിന്റെ മീഡിയ പഠിക്കാൻ ശ്രമിക്കണം. പലരും ചിന്തിക്കുന്നുണ്ടാവും, 50-ാമത്തെയും 60-ാമത്തെയും വയസ്സിൽ ഇത് സാധ്യമാണോ? സാധ്യമാകുന്നിടത്തോളം ആവട്ടെ, സാധ്യമാണെങ്കിൽ ആവട്ടെ. എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പം എൻ്റെ അനുജന് വേണ്ടി ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു MBBS സീറ്റ് പറഞ്ഞു വെച്ചു. അന്ന് ചെറിയ പൈസയേ ഉള്ളൂ, പിന്നെ ഇതിന് മാനേജ്മെന്റ് സീറ്റിന് 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷെ ദൗർഭാഗ്യവശാൽ അനുജന് അതിന് പ്രീ ഡിഗ്രി പാസ്സായപ്പോൾ അതിനുള്ള 50% ബേസിക് മാർക്ക് ഇല്ലാതെ പോയി. തൊട്ടടുത്ത ഓപ്ഷൻ ഞാനാ. അപ്പൊ എന്നോട് പറഞ്ഞു MBBSന് പോകണമെന്ന്. ഞാൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞുകൊണ്ട് പോകില്ല. നഷ്ടമാണോ ലാഭമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ MBBS കിട്ടിയില്ല.
എന്താ കാരണം? ഏജ് ഓവറായി എന്ന് ചിന്തിച്ചതുകൊണ്ട്. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർ ആയാലും നഷ്ടമാണോ ലാഭമാണോ എന്ന് എനിക്കറിയാതെ ഉള്ളൂ. ഡോക്ടർ ആയാലും ലാഭമാണോ നഷ്ടമാണോ എന്ന് എനിക്കറിയാതെ ഉള്ളൂ. പക്ഷെ ഞാൻ പോയിരുന്നെങ്കിൽ ഡോക്ടറാണ്. അന്ന് എന്റെ വയസ്സ്, എന്റെ പ്രായം തടസ്സമാണെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് ആ ഡിഗ്രി നഷ്ടപ്പെട്ടത്. മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങളിൽ പലരുടെയും തടസ്സം ആ ഒറ്റ ചിന്തയായിരിക്കാം. മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 6 കാര്യങ്ങളിൽ ഒന്നാണ് വയസ്സ്. ഈ വയസ്സിന്റെ ഒരു പ്രക്രിയ അത്ഭുതകരമാണ്. ഒരു പ്രായത്തിലും ഞാൻ ഉചിതമായ പ്രായത്തിലാണെന്ന് മനുഷ്യൻ ചിന്തിക്കാറില്ല. ചിന്തിക്കണം. കൊച്ചായിരിക്കുമ്പോൾ വിചാരിക്കുക ഞാൻ കുറച്ച് വലുതായ കൊള്ളായിരുന്നു എന്നാണ്. ഒരു യങ്സ്റ്റർ ആകുമ്പോൾ വിചാരിക്കുക എന്താ, ഒന്നുകിൽ ചില കാര്യങ്ങളിൽ വിചാരിക്കും അല്പം കൂടെ പക്വത വരട്ടെ, ചില കാര്യങ്ങളിൽ വിചാരിക്കും 2 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ആ കളി കളിക്കായിരുന്നു, ഇല്ലേ? ഒരു 40 വയസ്സ് കഴിഞ്ഞാലോ അപ്പൊ വിചാരിക്കുക കുറച്ച് മുമ്പായിരുന്നെങ്കിൽ. മനുഷ്യൻ ഒരു പ്രായത്തിലും ദിസ് ഈസ് ദ ആപ്റ്റ് ഏജ് എന്ന് ചിന്തിക്കാറില്ല. ഇതാണ് ഉചിതമായ സമയം ഒരു പ്രായത്തിലും ചിന്തിക്കാറില്ല. ആ ചിന്തയാണ് മനുഷ്യനെ പരാജയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഏത് പ്രായത്തിലാണോ നമുക്ക് പഠിക്കാൻ തോന്നുന്നത് ആ പ്രായത്തിൽ തുടങ്ങിയിരിക്കണം. എത്തുന്നിടത്തെത്തട്ടെ. നമുക്ക് അന്ത്യം കണ്ടുകൊണ്ട് തുടങ്ങണം എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ അന്ത്യം മനസ്സിലേ കാണാൻ പറ്റൂ. ആ അന്ത്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാനേ പറ്റൂ, എത്തിക്കൊള്ളണമെന്നില്ല. അതുപോലെ ഈ ഖുർആൻ മുഴുവൻ എന്റേതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ തിരിച്ചറിയുന്ന, ഞാൻ പഠിച്ചെടുക്കുന്ന, ഞാൻ വായിച്ചെടുക്കുന്ന ഒരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് പഠിക്കാൻ ഇറങ്ങിക്കൂടെ? ഇറങ്ങണം. അതാണ് ശരിയായ മാർഗം. കാരണം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഹൽ മിൻ മുദ്ദക്കിർ. ആ ചോദ്യത്തിന് ഉത്തരം പറയണം. ഇവിടെയും പറയണം, അവിടെയും പറയണം. ആ ചോദ്യത്തിന്റെ ഉത്തരം വാക്കുകളിലല്ല, പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങുമ്പം മനസ്സിലാകുന്ന സത്യമാണ് ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നത്. ഒരു പ്രിപ്പറേഷനും കൂടാതെയാണ് ഞാൻ പറയുന്നത്. ഒരു പ്രിപ്പറേഷന്റെ ആവശ്യമില്ല ഇത് സത്യത്തിൽ. കാരണം അത്രയ്ക്ക് സാർവലൗകികവും സാർവജനീനവും സാർവകാലികവുമായ വിഷയങ്ങളാണ് ഖുർആനിന്റെ വിഷയങ്ങൾ. ഈ വാക്ക് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. സാർവകാലികം, സാർവലൗകികം, സാർവജനീനം. ചിന്തിച്ചിട്ടുണ്ടോ എന്താ വാക്കിന്റെ അർത്ഥം? നമുക്കങ്ങനെ കുറെ വാക്കുകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട് മലയാളികൾക്ക്. അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ ചിന്തിക്കാറില്ല. പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്തോ വലിയ സംഗതിയാണ് ഖുർആൻ, എന്തോ വലിയ സംഗതിയാണെന്ന് മനസ്സിലായി. സർവകാലത്തേക്കും പറ്റുന്നത്, സർവ്വലോകത്തേക്കും പറ്റുന്നത്, സർവ്വജനങ്ങൾക്കും ഉചിതമായത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് ഇവരെന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾക്ക് തിരിയില്ല. സർവ്വജനങ്ങൾക്കും പറ്റുന്നത് എന്ന് അറബിയിലും പറഞ്ഞു, മലയാളത്തിലും പറഞ്ഞു. എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് തിരിയില്ല. മനസ്സിലാക്കണം എത്രത്തോളം കോൺട്രഡിക്ടറി ആണ് ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ബാധ്യത ഇത് തിരിച്ചറിയുക തന്നെയാണ്. ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹജ്ജ് എന്ന വിഷയം, ആ ഒറ്റ വിഷയം അട്ടിമറിച്ചതിലൂടെയാണ് ഇസ്ലാം സമാധാനം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിനെ ഇല്ലാതാക്കിയത്. ഭൂമിയിലെ അസമാധാനത്തിന്റെ പ്രധാന ഹേതു എന്താണ്? ചിന്തിച്ചു നോക്കണം. ഭൂമിയിലെ അസമാധാനത്തിന്റെ പ്രധാന ഹേതു എന്താണ്? സ്വാർത്ഥത എന്ന ഒറ്റ വാക്കാണ് അതിന് ഹേതു. സ്വാർത്ഥത. ആ സ്വാർത്ഥത പല രൂപങ്ങളിൽ വരും. ഒരുപക്ഷെ ധനമായിരിക്കാം ഒരാളുടെ സ്വാർത്ഥതയ്ക്ക് പ്രേരകം. മറ്റൊരാളുടെ സ്വാർത്ഥതയ്ക്ക് പ്രേരകം ഒരുപക്ഷെ സ്ഥാനമായിരിക്കാം, പ്രശസ്തിയായിരിക്കാം, ഒരു സ്ത്രീയായിരിക്കാം, ഒരു രാജ്യമായിരിക്കാം, പലതുമായിരിക്കാം. പക്ഷേ എല്ലാം അവസാനം തന്നിലേക്ക് എന്ന സ്വാർത്ഥതയിലാണ് ഈ അസമാധാനം ഉൾക്കൊള്ളുന്നത്. എന്നാൽ ഖുർആൻ എതിർക്കുന്നത് ഈ സ്വാർത്ഥതയാണ്. ഒരു ഖുർആൻ അനുയായിക്ക് സമ്പന്നനാവാനുള്ള ആസ്പിരേഷൻ പാടുള്ളതാണ്, ആ സമ്പന്നനാവാൻ ആഗ്രഹിക്കാം, പ്രയത്നിക്കാം. പക്ഷേ ആ സമ്പത്ത് തനിക്ക് മാത്രം സുഖിക്കാനാവരുത്. സമൂഹമായിരിക്കണം അയാളുടെ ഒന്നാമത്തെ ലക്ഷ്യം. ഈ ഒന്നാമത്തെ ലക്ഷ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഹജ്ജ് എന്ന പോരാട്ടത്തെ തന്നെ അട്ടിമറിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആ മാർഗത്തിലാണ് സ്വലാത്ത് വരുന്നത്, ഖുർആനിന്റെ പിന്തുടരൽ. ആ മാർഗത്തിലാണ് സിയാം വരുന്നത്, സമൂഹത്തിലെ വേണ്ടാത്ത കാര്യങ്ങളെ ഒക്കെ ഇല്ലായ്മ ചെയ്യൽ, സിയാം. ആ മാർഗത്തിലാണ് സക്കാത്ത് വരുന്നത്, പരിപൂർണമായ സംസ്കരണം, ശുദ്ധീകരണം. ഇതൊക്കെ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം സമൂഹത്തിൽ നടപ്പാവും. അതിന്റെ സ്തംഭങ്ങൾ തന്നെയാണിത്.
പക്ഷേ ഇവിടെ ആ ഒരു വചനത്തെ എടുത്തിട്ട് കാര്യങ്ങളെ മുഴുവൻ അട്ടിമറിച്ചു, കാര്യങ്ങളെ മുഴുവൻ മറ്റൊന്നാക്കി മാറ്റി. അങ്ങനെയാണ് നമ്മെ കൊണ്ടുപോയി മറ്റൊരിടത്ത് കെട്ടിയിട്ട തന്ത്രം എന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും ഖുർആൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമും വിശ്വസിക്കില്ല. മനസ്സിലാക്കണം. പിശാചിനെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്, അതിൻ്റെ എതിരെ കണക്കിലാണ് കേട്ടോ. അതായത് പിശാജ് ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്, അസിസ്റ്റന്റുമാരുടെ ഒക്കെ കൊച്ചു കൊച്ചു പിശാചുകളെയൊക്കെ വിളിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ താഴെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ പിശാജ് ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഈ സമൂഹത്തെ നിങ്ങൾ പിഴപ്പിക്കണം. അപ്പൊ എല്ലാവരും ചാടി എഴുന്നിട്ട് ഓ ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പോയി വൈകുന്നേരം ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ വരികയാണ്, പെൻഗിൻ വരും പോലെ ചടഞ്ഞു കൂടിയിട്ട് വരിക. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു, ഒരാളെയും പിഴപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ദൈവം എന്ന് പറയുന്ന ഒന്നില്ല. പക്ഷെ സമൂഹം സ്വീകരിച്ചില്ല. സ്വീകരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ദൈവം എന്ന് പറയുന്ന ഒന്നില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. ദൈവവിശ്വാസികൾ ആരും സ്വീകരിക്കില്ല. അപ്പം ആ ആയുധം ഏക്കില്ല. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞു, രക്ഷാ ശിക്ഷ അങ്ങനെ ഒന്നില്ല, രക്ഷയും ശിക്ഷയും ഇല്ല. അപ്പോഴും പറഞ്ഞു അതും തെറ്റാണ്, ഞങ്ങളത് സ്വീകരിക്കില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരാളെയും പിഴപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ പിശാച് പറഞ്ഞു, ഹെഡ് ഓഫീസർ പറഞ്ഞു കൊടുത്തു, മക്കളെ ഒരു തന്ത്രം ഞാൻ പറയാം. നിങ്ങൾ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു, ദൈവമുണ്ട്, സംശയമൊന്നുമില്ല. ദൈവം ഏകദൈവം, അതാണല്ലോ സമൂഹത്തിലെ വലിയ വിഷയം. ദൈവം ഏകമാണോ പിന്നെ ബഹുദൈവങ്ങളാണോ? എനിക്ക് സത്യത്തിലില്ലേ ഏകവും ബഹുദൈവവും രണ്ട് പ്രയോഗവും തെറ്റാന്നാ തോന്നുന്നത്. കാരണം ദൈവത്തിനെ എണ്ണാൻ പറ്റുമോ? എണ്ണിയാലല്ലേ ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് പറയാൻ പറ്റൂ. ദൈവത്തെക്കുറിച്ച് ദൈവം പറയുന്നു, സർവവ്യാപിയാണ് ദൈവം, നിന്റെ ഉള്ളിലും ഉണ്ട് ദൈവം, അല്ലേ? ബാക്കി നിങ്ങൾ ചിന്തിച്ചു, ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ എണ്ണം ദൈവത്തിന് ബാധകമല്ല എന്നേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഇവിടെ ഒന്നെങ്കിൽ ഒന്ന്, കൂടുതലെങ്കിൽ കൂടുതൽ ദൈവം ഉണ്ടെന്ന് തന്നെ സമ്മതിച്ചു. അവര് വിശ്വസിക്കുന്ന ദൈവം ഗുരുവായൂരപ്പനാണെങ്കിൽ അങ്ങനെ, അയ്യപ്പനാണെങ്കിൽ അങ്ങനെ, ഇനി പിന്നെ ക്യാരറ്റിനകത്തുള്ള അള്ളാഹു ആണെങ്കിൽ അങ്ങനെ. ഇപ്പൊ അങ്ങനെയാണല്ലോ അല്ലെ? അള്ളാഹ് കംപ്ലീറ്റ് ക്യാരറ്റിനകത്ത് ഉരുളക്കിഴങ്ങിനകത്ത് ഒക്കെയാണ് അള്ളാഹു. ഞാൻ ഇപ്രാവശ്യത്തെ മാഗസിനിൽ കണ്ടു, അതാണ് പ്രധാന ഗവേഷണം പോലും. പരിധി കിടക്കുക, അതിനകത്ത് ദൈവത്തിന്റെ പേരുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ, അത് സമ്മതിച്ചു കൊടുത്തേക്കുക, അതിനകത്തുണ്ട്. പിശാച് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ ഉണ്ട്, ശരി, സമ്മതിച്ചു. ഇപ്പൊ അവസാനമായിട്ട് കണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് ഉണ്ടല്ലോ, പച്ചത്തുള്ള, അതിന്റെ പുറത്ത് അള്ളാഹു ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്താ പിന്നെ ഒരു സിറാജ് പത്രത്തിലൊരു വാർത്തയുണ്ട് പോലും. ഇന്നത്തെ ഫേസ്ബുക്ക് ഡിസ്കഷൻ അതാണ് പ്രധാനമായിട്ടും. പച്ചത്തുള്ളന്റെ ഫോട്ടോ അടക്കമുണ്ട് അള്ളാഹു എന്ന് എഴുതിയിട്ട്. ഞാൻ ഈയിടെ വേറെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിംഗ് കണ്ടു, ഒരു കുട്ടിയുടെ തലയിൽ അള്ളാഹു എന്നുള്ള ഞരമ്പ് ഇങ്ങനെ തള്ളി നിൽക്കുക. വലിയ കോലാഹലം ഉണ്ടാക്കി. ഒരു രസികൻ അതിനൊരു പോസ്റ്റിംഗ് അതിന് അല്പം മാറ്റിയിട്ട് കൊടുത്തു. ഭൂലോകത്ത് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിന്റെ പേര് ഡിങ്കൻ എന്നാണ്. ഡിങ്കൻ, അതാണ് ഈ കുട്ടിയുടെ നെറ്റിയിലുള്ള. നിങ്ങളൊന്നും അതിലേക്ക് അള്ളാഹു എന്ന് എഴുതിയത് ഒന്ന് തിരിച്ചു വായിച്ചാൽ മലയാളത്തിൽ ഡി എന്ന് എഴുതിയ പോലെ ഇങ്ങനെ. ആ ദൈവത്തിന്റെ പേര് ഡിങ്കൻ എന്നാണ്. സത്യം പറഞ്ഞ ദൈവത്തിന് അള്ളാഹുവിന് അള്ളാഹു എന്ന് നേരെ എഴുതാൻ അറിയാത്ത പോലെയാ തോന്നുക. ഈ എഴുത്തൊക്കെ കണ്ട പല കോലത്തിലാണ് അള്ളാഹു എന്ന് എഴുതുന്നത്. പശുവിന്റെ ഇറച്ചിയിൽ എഴുതുമ്പോൾ വേറൊരു രൂപം, ക്യാരറ്റിനകത്ത് എഴുതുമ്പോൾ വേറൊരു രൂപം. പിശാച് പറയാം, ആയിക്കോട്ടെ, അത് സമ്മതിച്ചോ, പ്രശ്നമില്ല, അത് പ്രശ്നമില്ല, എല്ലാം സമ്മതിക്കുക. പരലോകമുണ്ട്, രക്ഷാശിക്ഷയുണ്ട്, നരകത്തിനകത്ത് തീയിലിട്ട് ചുടലുണ്ട്, ചുട്ടു കഴിയുമ്പം ഇറച്ചി വീണ്ടും വളരലൊക്കെ ഉണ്ട്, സമ്മതിച്ചോളൂ. പക്ഷെ ഒരു കാര്യം ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പം നീ പ്രവർത്തിക്കണ്ട, നാളെ നാളെ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഈ സമൂഹം നശിച്ചു. Am I right? ശരിയാണോ തെറ്റാണോ? നാളെ നാളെ വലിയ പിശാച് പഠിപ്പിച്ചു കൊടുത്തതാ. അതാണ് ഇന്നത്തെ തലക്കെട്ട് കെട്ടിയ എല്ലാ പിശാചും നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവർത്തിക്കരുത്, പ്രവർത്തിക്കരുത്, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഇതാണ് എല്ലാ പിശാചുക്കളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖുർആൻ ദൈവിക വ്യവസ്ഥിതി മനുഷ്യനോട് പറയുന്നത്, നീ പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം ഈ സമൂഹത്തിൽ ഉണ്ടാവും. കാരണം നീ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ്.
അടിസ്ഥാന യൂണിറ്റാണ് നീ ഈ സമൂഹത്തിന്റെ. നീ എത്ര ചെറിയ മനുഷ്യനായിക്കോട്ടെ, ആ മനുഷ്യൻ ഈ സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റാണ്. നീ പ്രവർത്തിച്ചാലാണ് ഈ സമൂഹം മാറി മറിയുക. നിന്റെ പ്രാർത്ഥനയല്ല, പ്രവർത്തനമാണ് ആവശ്യം. അപ്പൊ ചോദിക്കാം, സ്വാഭാവികമായിട്ടും ഖുർആനിൽ കുറെ ദുആ പഠിപ്പിക്കുന്നുണ്ടല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഷയിൽ ഒന്ന് പറയട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും, ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും 2 പ്രാവശ്യം സംഭവിക്കുന്നു എന്നാണ് വ്യക്തിത്വ വികസനത്തിന്റെ ബാലപാഠം. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ക്ലാസ് 2 പ്രാവശ്യം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഞാൻ തെളിയിക്കാം. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് സംഭവിക്കുന്നത്. ആദ്യം സംഭവിച്ചത് ഒരാളുടെ മനസ്സിലാണ്, ആണല്ലോ. ആദ്യം ഇതിനെക്കുറിച്ച് ചിന്തിച്ച ഒരാളുടെ മനസ്സിലാണ് ഈ ക്ലാസ് ആദ്യം സംഭവിച്ചത്. ബുർജ് ഖലീഫ ആദ്യം പണിതത് എവിടെയാണ്? അതിന്റെ എഞ്ചിനീയറുടെ മനസ്സിലാണ്. Am I right? ഇല്ലേ? ആ എഞ്ചിനീയറുടെ മനസ്സിൽ പതിയുന്ന ആ പതിയലിനെയാണ് ദൈവം പ്രാർത്ഥനയായി ചിത്രീകരിച്ചത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ. ഈ ഭൂമിയിൽ മുഴുവൻ നന്മ സംഭവിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി നീ പ്രവർത്തിക്കണം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഭൂമിയിൽ മുഴുവൻ നന്മ ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നീ പ്രവർത്തിക്കണം. പറയാൻ കുറേയുണ്ട്, സമയമില്ല. അതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അതിനാണ് കത്തിവെച്ചിരിക്കുന്നത്, അതിന്റെ കടക്കിലാണ് കത്തിവെച്ചിരിക്കുന്നത്. നീ പ്രവർത്തിക്കരുത്. മതം പഠിപ്പിക്കുന്നു, നീ പ്രാർത്ഥിക്കുക. ദൈവം പഠിപ്പിക്കുന്നു, നീ പ്രവർത്തിക്കുക. പ്രവർത്തനം ഇല്ലാതാക്കണമെങ്കിൽ ദൈവം ബേസിക്കലായി മനുഷ്യനോട് മാറാൻ പറഞ്ഞതിന് വേണ്ടി ദൈവം ഉപയോഗിച്ച സാധാരണ പദങ്ങളാണ് സലാത്ത്. അറബിയിലെ സാധാരണ പദമാണ് ഇത്തിസലാത്ത്, സാധാരണ പദമാണ്. ഈ പദങ്ങളൊക്കെ ഹജ്ജ്, ദുബായിൽ പോയ ആളെ വരെ അവർ വിളിക്കും ഈ പേരും പറഞ്ഞിട്ട്, ഇല്ലേ? ഇപ്പം എന്താ സന്ദർശകൻ എന്ന് ആക്കി മാറ്റി. എന്നാൽ ഖുർആനിനകത്ത് എത്രയോ സ്ഥലങ്ങളിൽ യുഹാജുന, അഹാജ എന്നൊക്കെ പറയുന്നിടത്ത് ഇവർ പറയും തർക്കിക്കുക, പോരാടുക. ഇവിടെ മാത്രം വരുമ്പോൾ മറ്റൊന്നാക്കി മാറ്റി. സാധാരണ ഭാഷയിലുള്ള പദങ്ങളെ ദൈവം ഉപയോഗിച്ച് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരുപയോഗിച്ച തന്ത്രമാണ്. ഇതൊക്കെ സാധാരണ പദങ്ങളല്ല, ഇത് സാങ്കേതിക പദങ്ങളാണ്, ടെക്നിക്കൽ വേർഡ്സ്. സ്വലാത്ത് എന്നത് ഖുർആനിന്റെ ഒരു സാങ്കേതിക പദമാണ്. മൗദൂദിയും മുജാഹിദുകളും തമ്മിലുള്ള പ്രധാന ഒരു തർക്കം തന്നെ ഈ വിഷയത്തിലാണ്. ചില സാങ്കേതിക പദങ്ങളുടെ, അല്ലെ, ഇബാദത്ത് ഒരു സാങ്കേതിക പദം. ആ പദങ്ങൾ, സാങ്കേതിക പദം എന്ന പ്രയോഗം തന്നെ തട്ടിപ്പാണ്. എന്തിനാ? സാധാരണ പദമാണെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞത് മനുഷ്യന് മനസ്സിലായി പോകും. ഖുർആനിനെ നീ ക്ലോസ് ആയി ഫോളോ ചെയ്യണം, നീ അതിനെ വളരെ അടുത്ത് തെറ്റാതെ പിന്തുടരണം എന്ന് ദൈവം പറഞ്ഞതിനെ 5 നേരം മലക്കമറിയിലാക്കി മാറ്റണമെങ്കിൽ ഇതിനെ സാങ്കേതിക പദമാക്കണം, സ്വലാത്തിനെ സാങ്കേതിക പദമാക്കണം. പീഡനത്തിന് വേണ്ടി നീ പോരാടണം, സാമൂഹിക നീതിക്ക് വേണ്ടി നീ പോരാടണം, സത്യത്തിന് വേണ്ടി പോരാടണം, നന്മയ്ക്ക് വേണ്ടി പോരാടണം, പരിപൂർണമായ ദൈവിക വ്യവസ്ഥിതി ഭൂമിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി നീ പോരാടണം എന്നത് ഹജ്ജ് എന്ന വാക്കിലൂടെ ദൈവം പറഞ്ഞപ്പോ പോരാട്ടം എന്നല്ല, അതൊരു സാങ്കേതിക പദം. അത് ഇവിടുന്ന് ടിക്കറ്റും എടുത്തിട്ട് അൽ ഹിന്ദ് ട്രാവൽസിൽ പൈസയും കൊടുത്തിട്ട് മക്കത്ത് പോയിട്ട്, ഞാനൊരു ട്രാവൽസിന്റെ പെട്ടെന്ന് ഓർമ്മ വന്ന പേര് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകുന്ന ട്രാവലിന്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് പൈസയും കൊടുത്തിട്ട് മക്കത്തേക്ക് പോയി തിരിച്ചു വരുന്ന ഈ കർമ്മമാണെന്ന് പറഞ്ഞാൽ പോരാട്ടം ഇല്ലാതാവും, മനുഷ്യൻ നിഷ്ക്രിയനാവും. ഇവിടെയാണ് ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞു വെച്ചതിന്റെ വിശദീകരണം. അനുഷ്ഠാന കർമ്മങ്ങൾ ദൈവിക വ്യവസ്ഥിതിക്ക് എന്ത് കോട്ടമാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ കോട്ടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പരിപൂർണമായിട്ടും ദൈവിക വ്യവസ്ഥിതിയെ ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെ ഒരു വ്യവസ്ഥിതിയെ ഭൂമിയിൽ നിലനിൽക്കാത്ത വിധം പലരും ചോദിക്കുന്ന ചോദ്യമാണ്, നിസ്കരിച്ചാൽ സകാത്ത് കൊടുക്കുന്നുണ്ടല്ലോ, സദക്ക കൊടുക്കുന്നുണ്ടല്ലോ, പട്ടിണി കിടക്കുന്നവനെ സഹായിക്കുന്നുണ്ടല്ലോ, നന്മ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ നിസ്കരിച്ചാലെന്തേ? നിസ്കാരം മാത്രം കാത്തിരിക്കുന്നവനായി മാറുന്നേ. നിസ്കാരം മാത്രം കാത്തിരുന്നേ പ്രാർത്ഥനയിലൂടെ നേട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വപ്ന ജീവി, ദിവാസ്വപ്നം എന്ന് പറയണം, സ്വപ്നം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ദിവാസ്വപ്നം കാണുന്ന ബുദ്ധിയില്ലാത്ത ജീവിയായി മാറും. അതുകൊണ്ടാണ് ദൈവം ചിന്തിക്കുന്നവനെ മാത്രം മനുഷ്യൻ എന്ന് വിളിച്ചത്, ചിന്തിക്കാത്തവനെ കന്നുകാലി എന്ന് വിളിച്ചത്. ഖുർആൻ കന്നുകാലി എന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനിലേക്കാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ഈ അനുഷ്ഠാന കർമ്മങ്ങൾ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് കന്നുകാലി എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു.
എത്ര വലിയ കോട്ടമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. നമുക്ക് പ്രവർത്തിക്കുന്നവരായി മാറാം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.